സഭയിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. ലയോ 14 മാർപ്പാപ്പ മാതാവിന്റെ മാർപ്പാപ്പയായിരുന്നു. തിരുസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മരിയൻ എൻസൈക്ലിക്കിൽ എഴുതിയത് ഈ ലയോ 13 മാർപ്പാപ്പയാണ്. അപ്പോൾ ലയോ 14 മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ആ മാർപ്പാപ്പ മാതാവിന്റെ ഒരു മകനായാണ് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്. മറിയത്തിന്റെ മകനായി മരിയൻ ആധ്യാത്മികത മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സഭയെ അമ്മയായി കണ്ട് മറിയത്തിനോട് ചേർത്ത് നിർത്തുന്ന ഒരു മാർപ്പാപ്പയായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്ന കാര്യമാണ്, പരിശുദ്ധ അമ്മയുടെ പുത്രനാണ് വരാൻ പോകുന്ന മാർപ്പാപ്പ. വെള്ളപ്പൊക്കം കയറുന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാരണം മെയ് 8 മാതാവിന്റെ തിരുനാൾ ദിവസം മാതാവ് നൽകിയതാണ്. അവിടെയും ഒരു സസ്പെൻസ് വന്നു, മാർപ്പാപ്പ ആരാ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു പുതിയ കർദിനാൾ, ആ ഒരു കർദിനാൾ വന്നു. അദ്ദേഹം എടുത്ത പേര് ലിയോ എന്ന പേര് എന്തുകൊണ്ടെന്നുള്ളത് അച്ഛന് വിശദീകരിച്ചു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ നേരും നൊവേരത്തിനൊപ്പം തന്നെ ഈ ലിയോ 13 മാർപ്പാപ്പിനെ ജപമാല പോപ്പ് എന്ന ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചു, ഒരു പദവി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എൻസൈക്ലിക്കിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലിയോ 13 മാർപ്പാപ്പയാണ്. അദ്ദേഹത്തെ ജപമാലയുടെ പിതാവെന്ന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പുത്രൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 ആകുമ്പോൾ ഈ ഒരു മരിയൻ കണക്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. അതാണല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാപ്പ തുടങ്ങുന്നുണ്ട്. പെറുവിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. മെയ് 8 ഇന്ന് പോംപെയ് മാതാവിന്റെ തിരുനാളിനെ കുറിച്ച്.